നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഒന്നുകിൽ ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ ഫ്രീ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ അതിന്റെ പ്രോ വെർഷനും അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്ക് അതിന്റെ പ്രോ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോഴും. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം, പ്രോ ലെവലിലുള്ള എഡിറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ മിക്ക സോഫ്റ്റ്വെയറുകളുടെയും ഫുൾ വെർഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മുമ്പൊക്കെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്, ക്രാക്ക് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ക്രാക്ക് ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ആകുമ്പോൾ തന്നെ ക്രാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അവർ പിടിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു സോഫ്റ്റ്വെയർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിരിക്കത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് വണ്ടർഷെയറിന്റെ ഡെമോ ക്രിയേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് വണ്ടർഷെയർ ഡെമോ ക്രിയേറ്ററിന്റെ 8 വേർഷൻ ആണ്. 8 വേർഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിലുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഫ്രീ ട്രയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി എന്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ്, വീഡിയോ എഡിറ്റ്, അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് ലഭിക്കുക. നമുക്ക് ആദ്യം തന്നെ വീഡിയോ എഡിറ്റിംഗിലേക്ക് പോകാം. വീഡിയോ എഡിറ്റിംഗ് കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പുതിയ വെർഷനിൽ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ എഡിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതായത് ഇതിലേക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത് ആദ്യം നോക്കാം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് മീഡിയയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഏത് ഫയൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു ഫയൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതിന്റെ ടൈം ലൈനിലേക്ക് ഇടുകയാണ്. ടൈം ലൈനിൽ ഈ ഫയൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ രീതിയിലുള്ള എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് വീഡിയോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഈ ഒരു ലൈനിൽ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഇതേപോലെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇനി ഈ സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. മൈ ലൈബ്രറി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, അതായത് നമ്മൾ വീഡിയോകൾ ആഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. അതിനോടൊപ്പം തന്നെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ വീഡിയോയിൽ ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോയെ കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും വളരെ ഈസി ആയിട്ട് കുറേയധികം ടെംപ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ടെംപ്ലേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ അനോട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ആനിമേഷൻ എഫക്റ്റോട് കൂടി നിങ്ങളുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീയും പ്രീമിയവും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വീഡിയോ എഫക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ലഭിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഓഡിയോ എഫക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേയധികം AI ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 സെക്ഷനിലാണ് AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ യൂസ്ഫുൾ ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ടൈം ലൈനിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ മാജിക് ടൂൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അതായത് നമ്മുടെ വീഡിയോയിലേക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ആണ് AI പോർട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫുള്ളി ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. നിങ്ങൾക്ക് വീഡിയോയുടെ എഡ്ജ് തിക്നെസ് ഏത് രീതിയിൽ വേണം അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എഡ്ജ് ഫെദർ എത്രയും വേണം അതും നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ AI ബ്യൂട്ടി ഫിൽറ്റർ ആണ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ അത്ര ക്ലിയർ അല്ല, അല്ലെങ്കിൽ ലൈറ്റിംഗ് ഒന്നും സെറ്റ് ആയിട്ടില്ല, നമ്മുടെ മുഖം അത്ര അടിപൊളിയായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബ്യൂട്ടി വരുത്താനായിട്ട് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ബ്യൂട്ടി ഫിൽറ്റേഴ്സ് ലഭിക്കും. അത് ഓരോന്നും ഈ രീതിയിൽ മാറി മാറി നമുക്ക് നമ്മുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീൻ വലുതാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, എന്റെ ഫേസിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നത്. നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതുവരെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫേസിൽ ഒരു ചെറിയ ഗ്ലോ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ വൈറ്റനിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫേസിൽ നല്ല രീതിയിലുള്ള ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ചില ഓപ്ഷൻസ് നമ്മുടെ ഫേസിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. നോക്കുക, ഈ 2 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് 2ലും നമ്മുടെ ഫേസിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഒന്ന് സ്മൂത്ത് ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓരോ ഓപ്ഷൻസ് നമ്മൾ
സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിന്റെ ഫംഗ്ഷൻ ഉണ്ട്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ട്യൂണിങ് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മാനുവലി നമ്മുടെ സ്കിൻ നമുക്ക് ബ്യൂട്ടി വരുത്താനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ അധികം AI ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൂടെ ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിലുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട് ഇതിന്റെ അത് കേട്ടോ, സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ഫീച്ചർ. അതുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വീഡിയോസ് കൂടുതൽ എൻഗേജിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സബ് ടൈറ്റിലുകൾ കൊടുക്കണം, പല ആനിമേഷൻ ഒക്കെയുള്ള സബ് ടൈറ്റിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എൻഗേജിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ആഡ് സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സബ് ടൈറ്റിൽ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഇവിടെ ഓട്ടോ സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, മാനുവൽ സബ് ടൈറ്റിൽ ഉണ്ട്. അതായത് ഓട്ടോ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഇവിടെ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ മലയാളം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ മലയാളം ഒഴിച്ച് തമിഴ്, ഹിന്ദി, തെലുഗു അങ്ങനെയുള്ള കുറെ ലാംഗ്വേജസ് ഉണ്ട്. മലയാളം ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ മലയാളം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മാനുവലി സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് മാനുവലി അങ്ങ് ആഡ് ചെയ്യാം. ഇതേപോലെ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ ടെക്സ്റ്റുകളായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും വീണ്ടും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആഡ് ബ്ലാങ്ക് സബ് ടൈറ്റിൽ സെലക്ട് ചെയ്ത് ഓരോ ടൈമിനനുസരിച്ച് നമുക്ക് ഇതേപോലെ സബ് ടൈറ്റിലുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സബ് ടൈറ്റിലിൻ്റെ അകത്തിൽ ആനിമേഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ എഴുതി വരുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയുള്ളതാണെങ്കിൽ ആളുകൾ അതിൽ ഇൻട്രസ്റ്റഡ് ആകത്തുള്ളൂ, അത് വായിക്കുകയും കേൾക്കുകയും ഒരുമിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ആനിമേഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ സബ് ടൈറ്റിൽ ആനിമേഷൻസ് നമുക്ക് ലഭിക്കും. നോക്കുക, ഇതേപോലെ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതേപോലെയുള്ള ആനിമേഷനിലായിരിക്കും തെളിഞ്ഞു വരുന്നത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, കുറേയധികം ടെക്സ്റ്റ് ആനിമേഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇത് മാറ്റാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾ വീഡിയോകൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് തെറ്റുകളൊന്നും കൂടാതെ വളരെ ഈസി ആയിട്ട് തന്നെ സബ് ടൈറ്റിൽ ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയറിലെ മറ്റു ചില AI ഫീച്ചേഴ്സ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇവിടെ വീഡിയോ എഫക്ട് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു. വീഡിയോ എഫക്റ്റിലാണ് കുറെ അധികം പരിപാടികൾ വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഓപ്ഷനാണ് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടുള്ളത്. അതല്ലാതെ AI പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യമുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇനി ഈ ചെറിയൊരു പീസിലേക്ക് ഞാൻ ഈ AI പോർട്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു എഫക്ട് ഇങ്ങനെ ആഡ് ചെയ്തു. എഫക്ട് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു AI വെച്ചിട്ടുള്ള AI പോർട്രേറ്റ് സംഭവം, അത് തന്നെയാണ് ഇത്. സെയിം തന്നെയാണ്, അതേ ഫീച്ചർ നമുക്ക് ഇവിടെയും ലഭിക്കും. ഇവിടെ നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ഫയൽ ആഡ് ചെയ്യുന്നു. അതിപ്പം എന്ത് ഫയലുകൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ആനിമേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംസാരിക്കുന്നതിനൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഗ്രീൻ സ്ക്രീൻ ഒന്നും അല്ല സത്യത്തിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളുക, ഈ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഇങ്ങനെ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ AI പോർട്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫീച്ചറും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബ്ലർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറാണ്. ജസ്റ്റ് ഇത് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു. ഇതേപോലെ ലെയറിലേക്ക് ആഡ് ചെയ്ത് എത്രയാണോ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് അത്രയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് ബ്ലറിന്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. നോക്കുക, ഞാനിതൊന്ന് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. എന്ത് കിടിലനായിട്ടാണ് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത്. നമ്മൾ സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനായിട്ട് വേറെ സോഫ്റ്റ്വെയറുകളും വേറെ വെബ്സൈറ്റുകളും തപ്പിപ്പോവാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അടുത്ത ഫീച്ചർ വീഡിയോയ്ക്കുള്ളിലെ ഒബ്ജക്ട് റിമൂവ് ചെയ്യുന്ന AI ഒബ്ജക്ട് റിമൂവർ ആണ്. ഈ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം ഇതേപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ റിമൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോയിൽ നിന്നും അത് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യുക. നോക്കുക, ഇവിടെ ഒരു ചെറിയ പൂ ഇരിപ്പുണ്ട്. ഞാനത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തു. നോക്കുക, ഇവിടെ ആ പൂ ഇപ്പോൾ ഉണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അത് പോയി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയ്ക്കുള്ളിലെ ഒബ്ജക്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ വീഡിയോയുടെ സൗണ്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ AI ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ AI ഡീനോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ് ഞാൻ. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നമുക്കിവിടെ നോയ്സ് ലെവൽ ഇതേപോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. നോയ്സ് ലെവൽ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നോയ്സ് ലെവൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് AI വോയിസ് റിമൂവർ ആണ്. ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. നമുക്ക് ഏത് വീഡിയോയുടെ വോയിസ് ആണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പ്രോസസ്സിംഗ് നടക്കും. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വീഡിയോയിൽ നിന്ന് ഓഡിയോ ഇതേപോലെ സെപ്പറേറ്റ് ആവും. അതായത് ഇവിടെ സാധാരണ വീഡിയോയിൽ നിന്ന് ഓഡിയോ മാത്രമായിട്ട് സെപ്പറേറ്റ് ആവും. എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങളൂടെ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട്
വേറൊരു സെക്ഷനും അതേപോലെ നമ്മുടെ വോക്കൽസ് വേറൊരു സെക്ഷനും അങ്ങനെയാണ് ഇവിടെ സെപ്പറേറ്റ് ആയിരിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ വോക്കൽ സൗണ്ട് മാത്രം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അതായത് വോക്കലും ബാക്ക്ഗ്രൗണ്ട് നോയ്സും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊന്നും ഇല്ലാത്തൊരു ഫീച്ചറാണ്. അപ്പം ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തായിട്ട് ഓഡിയോ സെക്ഷനുള്ള ഒരു ഫീച്ചറാണ് വോയിസ് ചേഞ്ചർ എന്ന് പറയുന്ന ഫീച്ചർ. ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറേയധികം വോയിസുകൾ നമുക്ക് കിട്ടും. പല ആണിന്റെ പെണ്ണിന്റെ ഒക്കെ പല സൗണ്ടുകൾ ഇവിടെ കിട്ടും. നമുക്ക് ഏത് സൗണ്ട് ആണോ വേണ്ടത് ഇവിടെ നമുക്ക് ഓരോന്ന് പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ കുറേ സൗണ്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ സൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജുമായിട്ട് മാച്ച് ചെയ്യുന്നു നമുക്ക് തോന്നുന്ന സൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഓഡിയോ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റുകളിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൽ ഒരു ഫീച്ചർ കൂടെ നമ്മൾ പരിചയപ്പെടണം. അതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു ടെംപ്ലേറ്റ് ഇതേപോലെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റിനുള്ളിൽ ഏത് വീഡിയോ ആണോ ആഡ് ചെയ്യേണ്ടത് അത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ജസ്റ്റ് ഇത്രയും കാര്യമേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നോക്കുക നമ്മുടെ ടെംപ്ലേറ്റിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്ത വീഡിയോ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ. ഇതുപോലെ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് വീഡിയോ ആണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് അത് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ബാക്ക് ടു മെയിൻ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ആ ടെംപ്ലേറ്റ് നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ ഇതേപോലെ കാണും. അപ്പം ഈ ടെംപ്ലേറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുക. വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തതിനു ശേഷം എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് HD തൊട്ട് 4K വരെയുള്ള ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ 4K സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് പ്രീസെറ്റ് ഹൈ ഉണ്ട്, മിഡിൽ ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഹൈ വേണമെങ്കിൽ ഹൈ കൊടുക്കാം, അല്ലെങ്കിൽ മിഡിൽ ഇട്ടാലും മതി. അതിനുശേഷം ഞാൻ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക. അതായത് റെൻഡർ ചെയ്യും. റെൻഡർ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി അതേപോലെ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന സമയം. ഇതിപ്പം ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ റെൻഡർ ആവുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത്. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിന്റെ പ്രീമിയം വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റേറ്റ് ഒക്കെയാണ് ഇതിന് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിന്റെ ഫ്രീ വെർഷൻ ഉപയോഗിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് അതിനുശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഈ വീഡിയോയിൽ കുറേ അധികം ഡീറ്റെയിൽ ആയിട്ട് പോയതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് ഇത്രയും കൂടിയത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ ഡെപ്തിലുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാവും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.